പുതിയൊരു ടെക്നോളജി മാർക്കറ്റിലോട്ട് ഇറക്കുവാണ്. ഇത് കണ്ടോ, ഇതാണ് സംഭവം. ഇതിന്റെ പേര് സോളാർ ഒപ്റ്റിമൈസർ. എന്താണ് എന്നുള്ള വിശദമായ കാര്യങ്ങൾ പറഞ്ഞുതരാം. വാ. നമ്മുടെ കേരളത്തിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ്. പുതിയൊരു ടെക്നോളജിയാണ്. ആക്ച്വലി അധികം ഒന്നും വന്നിട്ടില്ല. ഞങ്ങളിതിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ഒരു വീട്ടിൽ, ഒരു കസ്റ്റമറുടെ വീട്ടിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അതായത് ഈ സോളാർ പാനൽ വീട്ടിൽ വെച്ചിട്ടുള്ളവർക്കറിയാം, ഇപ്പം നമ്മൾ 5 കിലോ വാട്ടിന്റെ പാനലായിരിക്കും വെച്ചിട്ടുള്ളത്. അപ്പം 5 കിലോ വാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 5 കിലോ വാട്ട് ഇൻറ്റു 4 മണിക്കൂർ, അതിനാൽ 20 യൂണിറ്റ് ഒരു ദിവസം പ്രൊഡക്ഷൻ നടക്കണം. ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഏകദേശം 600 യൂണിറ്റ് പ്രൊഡക്ഷൻ നടക്കണം. പക്ഷെ ഇത്രയും പ്രൊഡക്ഷൻ വരുന്നില്ല. പല കസ്റ്റമർക്കും ചിലപ്പോൾ പരാതി ഉണ്ടാകും. ഇത് സോളാർ പാനൽ കമ്പനിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ വെച്ച ഇൻസ്റ്റാളറുടെയോ ഒന്നും പ്രശ്നമല്ല. പലപ്പോഴും കേരളത്തിന്റെ ഒരു അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ഒന്നാമത് അത്യാവശ്യം മരങ്ങളും നിഴലും ഒക്കെ വീഴാനുള്ള സാഹചര്യമുണ്ട്. 2 മേഘാവൃതമായിട്ടുള്ള ആകാശമാണ്. ഇടയ്ക്കിടയ്ക്ക് അന്തരീക്ഷത്തിൽ മേഘം വന്നിട്ട് ഈ സോളാർ പാനലിലേക്ക് നിഴല് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ നിഴല് വീഴുന്നതുകൊണ്ടാണ് സോളാർ പാനലിലെ പ്രൊഡക്ഷൻ കുറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, മേഘം വന്ന് നിഴല് വീഴുന്നത് കൊണ്ടാണോ പ്രൊഡക്ഷൻ കുറയുന്നത്? ശരിക്കും മേഘം വന്ന് നിഴല് വീഴുന്നതുകൊണ്ട് പ്രൊഡക്ഷൻ കുറയും. എന്നാലും പ്രൊഡക്ഷൻ കൂട്ടാൻ ഒരു വഴിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മൾ സോളാർ പാനലുകൾ വീട്ടിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 5 കിലോ വാട്ടെന്നിരിക്കട്ടെ, 8 തൊട്ട് 10 പാനൽ വരെ നമ്മൾ സോളാർ പാനൽ വെക്കും. ഈ പാനലുകൾ നമ്മൾ ശരിക്കും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഒരു പാനലിൽ നിന്ന് അടുത്ത പാനൽ, അത് കഴിഞ്ഞ് അടുത്ത പാനൽ, ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു പാനലിനകത്തുനിന്നുള്ള ഉൽപാദനം കുറഞ്ഞാൽ, നാച്ചുറലി ഏറ്റവും കുറവ് ഉൽപാദനം ഏതിനകത്താണോ ബാക്കി എല്ലാ പാനലും അത്ര ഉൽപാദനമേ തരത്തുള്ളൂ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സോളാർ പാനലിന്റെ ശരാശരി കപ്പാസിറ്റി 600 വാട്ട്സ് ആണെന്നിരിക്കട്ടെ. ഈ 600 വാട്ട്സ് കപ്പാസിറ്റി ഉള്ള പാനൽ പ്രവർത്തിക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം 400 ആയിട്ട് താന്നു പോയി. നിഴല് വീണുകൊണ്ടോ പൊടി പിടിച്ചിരുന്നോണ്ടോ ഏതെങ്കിലും പക്ഷി വന്നിരിക്കുന്നതുകൊണ്ടോ എന്ത് കാരണം കൊണ്ടോ ആയിക്കോട്ടെ, ബാക്കി പാനൽ ഏകദേശം അതേ പ്രൊഡക്ഷൻ തരുള്ളൂ. ഇതാണ് പ്രശ്നം. കാര്യം സീരീസിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇങ്ങനെ സീരീസിൽ നമുക്ക് ഇങ്ങനെ ഇൻവെർട്ടറിലോട്ട് ഒറ്റ കണക്ഷനായിട്ട് കൊടുക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഒരു പ്രശ്നം കൊണ്ട് പ്രൊഡക്ഷൻ കുറയുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പം അതിനാണ് ഈ പ്രോഡക്റ്റ് പരിഹാരം കണ്ടുപിടിക്കുന്നത്. അതായത് ഇതൊരു പുതിയ ടെക്നോളജിയാണ്. ഇതിനെ ഒപ്റ്റിമൈസർ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഓരോ പാനലിലും ഇൻസ്റ്റാൾ ചെയ്യും, പാനൽ ടു പാനൽ ഇൻസ്റ്റാൾ ചെയ്യും. ഇത് ഇൻസ്റ്റാൾ ചെയ്താലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാനലിന്റെ ഒപ്റ്റിമം പ്രൊഡക്ഷൻ എത്രയാണ് ആ പ്രൊഡക്ഷൻ മാത്രം എടുത്ത് ഇൻവെർട്ടറിലോട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 600 തരുന്ന പാനൽ 600 തരും, 400 തരുന്ന പാനൽ 400 വരത്തുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കിയുള്ള പാനലൊന്നും 400 കുറഞ്ഞു പോകത്തില്ല എന്നർത്ഥം. എല്ലാ പാനലിനും ഒപ്റ്റിമം പ്രൊഡക്ഷൻ എത്രയാണ് ആ പ്രൊഡക്ഷൻ ഇത് നിലനിർത്തി തരും എന്നുള്ളത്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ പ്രൊഡക്ഷൻ കുറയത്തില്ല. ഏതെങ്കിലും ഒരു പാനലിൽ കുറഞ്ഞാൽ ആ പാനലിൽ മാത്രമേ പ്രൊഡക്ഷൻ കുറയത്തുള്ളൂ, ബാക്കി പാനലിലൊന്നും പ്രൊഡക്ഷൻ കുറയത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനെക്കാട്ടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം അതല്ല. ഇതൊരു IoT സിസ്റ്റം കൂടാണ്. കാര്യം ഇത് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് നമ്മുടെ സോളാർ പാനലിനെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിവൈസാണ്. ഇപ്പോൾ സോളാർ പാനൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും, നിങ്ങളുടെ ഇൻവെർട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്പ് ഉണ്ടാവും. ആ ആപ്പ് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇന്ന് എത്ര പ്രൊഡക്ഷൻ ഉണ്ടായി, ഇൻവെർട്ടറിൽ എത്ര പ്രൊഡക്ഷൻ ഉണ്ടായി എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നൊക്കെയുള്ളത് കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ പാനൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റത്തില്ല. ഇതിന്റെ പ്രത്യേകത 10 പാനൽ ഉണ്ടെങ്കിൽ 10 പാനലിന്റെയും ഡേറ്റ നിങ്ങളുടെ ഫോണിൽ കാണാൻ പറ്റും. എല്ലാ ദിവസത്തെയും ഡേറ്റ. അതിനകത്ത് ഏത് പാനലാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏതെങ്കിലും പാനലിന്റെ പ്രൊഡക്ഷൻ കുറവാണോ സ്പോട്ടിൽ നോട്ടീസ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് പൊടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് വാഷ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇനി പാനലിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ആണ് അത് മാറ്റാനുള്ള കാര്യങ്ങൾ നോക്കാം. നിഴല് വീഴുന്നുണ്ടോ, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നോക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നത് മാത്രമല്ല, പാനൽ ടു പാനൽ മോണിറ്ററിംഗ് എനേബിൾ ചെയ്യുന്ന ഒരു IoT സിസ്റ്റം കൂടെ ഇത് എനേബിൾ ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ നമ്മുടെ പാനല് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ കൂടെ ഈ ഡിവൈസ് സഹായിക്കും. ഞങ്ങളിത് ഇപ്പോൾ ആലപ്പുഴയിൽ ഒരു കസ്റ്റമർ ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുവാണ്. താങ്ക് യു.